കണവ വെച്ചൊരു റോസ്റ്റ് ഉണ്ടാക്കാം. കണവയ്ക്ക് കൂന്തൽ എന്നും പറയാറുണ്ട്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓലക്കണവയാണ്. ഇതിനെ ഓലക്കണവ എന്നാണ് പറയാറുള്ളത്. ഇത് നന്നായി ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ മത്സ്യങ്ങളാണ്. ഈ കുഞ്ഞു മത്സ്യങ്ങളെയൊക്കെ അത് വിഴുങ്ങുന്നതാണ്. അതെല്ലാം കളഞ്ഞ് പുറത്തെ തൊലിയും കറുത്ത തൊലികളൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറിയ ചെറിയ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വഴറ്റാനായിട്ട് 3 സവാളയും കുറച്ച് വെളുത്തുള്ളിയും 3 തക്കാളി 3 പച്ചമുളക് കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കണവയൊന്ന് ബ്ലാഞ്ച് ചെയ്യാം. വെള്ളം തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് കണവ എടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഇട്ട് വഴറ്റാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനുശേഷം 3 തക്കാളി എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് മിക്സിക്കകത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അരച്ച് വെക്കാം. സവാള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിക്കണം. അതിൻ്റെ കൂടെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് ഇളക്കാം. തക്കാളിയും മുളകും നന്നായി മൂത്ത് നല്ലൊരു മണം വരുമ്പം നമുക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിന് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഈ കണവയ്ക്ക് വേവ് വളരെ കുറവാണ്. ഒത്തിരി ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് കട്ടിയായി പോവും, റബ്ബർ പോലെ ആകും. മൂടി വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് വെന്താൽ മതിയാകും. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് വളരെ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. കണവയുടെ ആ മാംസം വളരെ വളരെ സോഫ്റ്റാണ്. ഇത് വേവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് കട്ടിയായിരിക്കും, റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഒത്തിരി വേവിക്കേണ്ട, 15 മിനിറ്റ് വെന്താൽ മതി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.